ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരം തൊട്ട് ഒരു രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എപ്പോഴും പറയുന്നത് പോലെ മുഴുവനായിട്ട് കാണുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ആദ്യം തന്നെ ഷെയർ ചെയ്യുന്നുള്ളത് ഈ ഒരു 3 ബോട്ടിലാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ടൈം ഒന്ന് പർച്ചേസിന് പോയപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നേ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ നല്ലൊരു ക്യൂട്ടായിട്ട് ഫീൽ ചെയ്ത് തരും. പിന്നെ 3 വാങ്ങിക്കുമ്പോൾ തന്നെ എന്ത് ഇട്ട് വെക്കുക അതൊന്നുമല്ല മൈൻഡിലുണ്ടായത്. ജസ്റ്റ് വീഡിയോൻ്റെ ബാക്കിൽ വെക്കാമെന്നുള്ളതിനു. പിന്നെ വിചാരിച്ച് ഇതിൽ നമുക്ക് സ്പൈസസ് ഇട്ട് വെക്കാമെന്ന്. അപ്പോൾ മുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പ് പിന്നെ മഞ്ഞളുടെ പൊടി ഇത് 3 ഇട്ട് വെക്കുന്നുള്ളത്. ഇതിലിപ്പം മഞ്ഞളുടെ പൊടി ഇടുമ്പം അങ്ങനെ പുറത്ത് മാറിയിട്ടുണ്ടായിരുന്നു കൗണ്ടർ ടോപ്പിൽ. സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി, പക്ഷെ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഈസി മെത്തേഡ് ചെയ്തത്. പക്ഷേ പണി കിട്ടിപ്പോയി. ഇതിപ്പം എൻ്റെ കൗണ്ടർ ടോപ്പിൽ എന്ന് പറയാൻ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ആയിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെ അതിൻ്റെ കല വരും. അപ്പോൾ ഇവിടെ ഇപ്പം മഞ്ഞളുടെ നല്ല പോലെ കല വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് നോക്കല പോകുന്നുള്ളത്. പക്ഷെ പോകാത്തണ്ടേരം ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് അതും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് പോയി കിട്ടും. ചിലത് നല്ലപോലെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെയിൻ ആണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടി വരും. ഇതിപ്പം കുഴപ്പമില്ലാണ്ട് പോയിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പം രാത്രിക്ക് നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കലാണ്. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരിയും അതേപോലെ തന്നെ 1 കപ്പ് ചോറ് വെക്കുന്ന അരിയും. അതിപ്പോൾ കുറുവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കലാണ്. കുറേ ദിവസമായി സ്വീറ്റ്സ് കഴിക്കാനൊരു പൂതി. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതിലുള്ളൊരു സിമ്പിൾ പുഡിങ്ങാണ്. നല്ല സിമ്പിളുമാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെയെന്ന് പറയാൻ ഇവിടെ ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, ചെറിയ ക്വാണ്ടിറ്റിയിലേ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലോട്ടേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കില്ല, ഭയങ്കര ലൂസായിട്ടുള്ള ഒരു കസ്റ്റാർഡിൻ്റെ മിക്സാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പാലിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് പഞ്ചസാരയാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മധുരത്തിന് അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ടാണ് പഞ്ചസാര വെച്ചിട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരു 3 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും ഇട്ട് കൊടുത്തിട്ട് ഒരു ലൂസായിട്ടുള്ള ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടാക്കിയെടുക്കലാണ്. അങ്ങനെ ഇതാ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് സൈഡിലേക്ക് മാറ്റി വെക്കാം ചൂട് പോകുന്നവരെ. ഇനി തയ്യാറാക്കി എടുക്കുന്നുള്ളത് ക്രീമാണ്. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഇത് എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. നല്ലപോലെ സ്റ്റിഫായിട്ടുള്ള അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കില്ല. അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഞാൻ ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാണ്. നേരത്തെ പറഞ്ഞല്ലോ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്, അതുകൊണ്ടാണ് ബ്രെഡും പിന്നെ എല്ലാം കുറച്ച് കുറച്ചാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പുഡിംഗ് ട്രേയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കില്ല. ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്രെഡ് ട്രേക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഒരു ബേസ് പോലെ വെച്ച് കൊടുക്കലാണ്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് സോക്ക് ചെയ്യുന്ന രീതിയിൽ എല്ലാ ബ്രെഡിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ പുഡിങ് സെറ്റാക്കി എടുക്കുമ്പോഴാണ് ഫൈസൽക്ക വന്നിട്ടുള്ളത്. ഇന്നിപ്പം നേരത്തെ വന്നിട്ടുണ്ട്. അങ്ങനെ മോൻ പോയിട്ടാ ഡോർ തുറന്നു കൊടുക്കുന്നുള്ളത്. ഓൻ ടി വി കാണുന്ന മൂഡിലായിരുന്നു. പിന്നെ ബെല്ലടിച്ചിട്ട് അങ്ങനെ പോയി തുറക്കുന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം വീണ്ടും കിച്ചണിൽ കയറിയിട്ട് ഈ ഒരു പുഡിങ് ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ബ്രെഡ് പിന്നെയും കട്ട് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ പോലെ വെച്ച് കൊടുക്കല. എന്നിട്ട് കസ്റ്റർഡ് മിക്സ് അങ്ങനെ ഇത് തിരുവോളം ചെയ്ത് കൊടുക്കണം. ഇനി ലാസ്റ്റ് ലെയർ പോലെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ആ ഒരു ക്രീം ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കല. ഇനി ഒരു ചെറിയൊരു ഡെക്കറേഷൻ പോലെ ഞാൻ നട്ട്സ് ഒന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിക്ക് ഫ്രിഡ്ജിൽ വെക്കല. ഇനി നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഒരു ചായ ഉണ്ടാക്കിയെടുക്കലാണ് സുലൈമാനി. ഇപ്പം എന്താണെന്ന് അറിയില്ല, കട്ടൻ ചായ കുടിക്കുമ്പം മിൻറ്റ് ലീവ്സ് ഇട്ടിട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഇപ്പോൾ കട്ടൻ ചായ കുടിക്കുമ്പോൾ അങ്ങനെ കുടിക്കണം, ഇല്ലെങ്കിൽ ഒരു റഹത്താത്ത പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടായതെല്ലാം കഴുകി വെക്കുന്നുണ്ട്. നമ്മൾ ചായയെല്ലാം കുടിച്ചതിന് ശേഷം മോൾ എണീച്ചിട്ടുണ്ടായത്. അപ്പോൾ ഓൾക്ക് വേണ്ടിക്ക് സ്ട്രോബെറിയാണ് കൊടുക്കുന്നത്. ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. പക്ഷേ മോന് അങ്ങനെയല്ല കേട്ടോ. ഇവിടെ രണ്ടാൾക്കും രണ്ട് ടേസ്റ്റാണ്. ഇനി നാളത്തേക്കുള്ള ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്തെടുക്കല. ഇനി രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കല. നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരിൻ്റെ വെള്ളമൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ തന്നെ കാരണം ഇവിടെ ഇപ്പം ഉമ്മ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് വേറെ രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇതിലേക്കിപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളത് 2 സ്പൂണ് തേങ്ങയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകവും പിന്നെ ഒരു ഉള്ളി ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കല. ഫൈനായിട്ടല്ല അരച്ചെടുക്കുന്നുള്ളത്, തരിതരിപ്പോടു കൂടി അങ്ങനെ അരക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഏട്ടനും വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഓനോട് സംസാരിച്ചുകൊണ്ടാണ് പണിയെടുക്കുന്നത്. എന്താണെന്നറിയില്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പം ആരെങ്കിലും അയച്ച് വിളിക്കാനുണ്ടാവും. നേരത്തെ ഇതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുമ്പം ഫൈസൽക്ക് ഉണ്ടായിരുന്നു വിളിക്കാൻ. ഇതിപ്പം ഏട്ടന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമ്പം സമയം പോകുന്ന അറിയില്ല, നമ്മൾ പണിയാണെങ്കിൽ അങ്ങ് നടക്കുകയും ചെയ്യും. ഇനി നേരത്തെ അരച്ച് വെച്ച ആ ഒരു ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇതൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിന് എത്രയാണോ ആവശ്യം ആ രീതിയിൽ കുഴച്ചെടുക്കലാണ്. അതിൻ്റെ ഇടയിൽ മോളിവിടെ ഇരുന്നിട്ട് ഓരോന്ന് ഞാനിപ്പം കുഴക്കുന്നതെല്ലാം ഓനിക്കെടുത്ത് കാണിച്ചു കൊടുക്കില്ല.
ഒക്കെ ഇപ്പം ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാണുന്നതുകൊണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓളെ കൈ ഓരോന്നിലായിട്ട് പോകുന്നുമുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ബൗൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുഴക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല, അത് ചെറുതായതുകൊണ്ട്. അപ്പോൾ വേറൊരു ബൗളിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കലാണ്. അതിന് വേണ്ടിക്ക് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. അതിന് വേണ്ടിക്കുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു ഡോന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഈ കാണുന്ന പോലെ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം പരത്തിയെടുക്കുന്നുള്ളത് ഉള്ളം കൈ വെച്ചിട്ടാണ്. അങ്ങനെ ഒന്ന് റൗണ്ടിലാക്കിയിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നെയ്പ്പത്തിലെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നെയ്യൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ആ നെയ്പ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം നമുക്ക് നെയ്പ്പത്തിൽ ഒന്നിച്ച് ചിക്കൻ കറിയാണ് ഉള്ളത്. വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഫുഡ്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഡിന്നറെല്ലാം കഴിക്കലാന്ന്. ഡിന്നറെല്ലാം കഴിച്ച് ആ ഒരു പാത്രമെല്ലാം ക്ലീൻ ആക്കിയിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിംഗ് ഉണ്ടല്ലോ അത് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് നല്ലപോലെ തണുത്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിന്. നിങ്ങൾ ഈ ഒരു പുഡിങ് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെയെന്ന് പറയാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല, ഒരുപാട് ടൈമും എടുക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അങ്ങനെ ആ പുഡിങ്ങെല്ലാം കഴിച്ചുകൊണ്ട് ഒരു മൂവി കാണല, ബോഗൻവില്ല എന്ന് പറഞ്ഞിട്ട്. നല്ല ഫിലിമായിരുന്നു, നല്ല ഉണ്ടായിന് കാണാൻ. ആദ്യത്തെ ഒരു ഒരു ഇൻ്റർവെൽ വരെ കണക്കാണ്, എന്തോ പോലെയാണ് ഉണ്ടായത്. പിന്നെയാണ് ആ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായത് അതിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെയല്ല നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിന്യൂ എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.